രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളം പ്രതീക്ഷയോടെ രണ്ടാം ദിനം ഇറങ്ങും. ആദ്യ ദിനം 4 വിക്കറ്റിന് 254 റൺസിനാണ് വിദർഭ കളി അവസാനിപ്പിച്ചത്. 138 റൺസ് എടുത്ത ഡാനിഷ് മലേവാറും 5 റൺസ് എടുത്ത യാഷ് താക്കൂറുമാണ് ക്രീസിൽ. വലിയ സ്കോറിലേക്ക് പോകാതെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ വിദർഭയുടെ വിക്കറ്റുകൾ വീഴ്ത്താനാണ് കേരളത്തിന്റെ ശ്രമം. എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്ന് നാഗ്പൂരിൽ നിന്ന് തന്നെ നേരിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പോയ മഹേഷ് പോലൂർ അവിടെ തന്നെയുണ്ട്. കേരളത്തിന്റെ വിജയം കണ്ടേ തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞു പോയതാണ്. എന്തായാലും എന്തൊക്കെ നടക്കുന്നു എന്നറിയാം. മഹേഷ്, എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ദിനം വളരെ പ്രതീക്ഷയുടെ ദിനമാണ്. വലിയ സ്കോറിലേക്ക് പോകാതെ വിദർഭയെ പിടിച്ചു കെട്ടാനുള്ള ശ്രമം എത്രത്തോളം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ ജയസാധ്യതകൾ കൂടി. എന്തൊക്കെയാണ് ഇന്ന് കേരളത്തിന്റെ പ്രതീക്ഷകൾ? ജിൽസി, ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ആദ്യ സെഷൻ തന്നെയാണ് വളരെ നിർണായകമാവുക. കാരണം പിച്ചിലെ ഈർപ്പം, ഒരു നേരിയ തണുപ്പും ഒരു നേരിയ മഞ്ഞുവീഴ്ച എന്നൊക്കെ പറയാവുന്ന രീതിയിലുണ്ട്. വലിയ കടുത്ത രീതിയിലൊന്നുമില്ല. പക്ഷേ രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ പിച്ചിൽ കുറെ കൂടി പേസ് ബോളർമാർക്ക് അനുകൂലമാകും. അങ്ങനെയെങ്കിൽ ആദ്യ സെഷനിൽ ആദ്യ 30 ഓവർ കേരളത്തിൻ്റെ പേസ് ബോളർമാരായ MD നിതീഷ്, ഒപ്പം ഏതൻ ആപ്പിൾടോം, ഒപ്പം തന്നെ NP ബേസിൽ, ഈ 3 ബൗളർമാരും വളരെ നിർണായകമാണ് ഇവരുടെ പ്രകടനം. പ്രത്യേകിച്ച് MD നിതീഷ് ഇന്നലെ തുടക്കത്തിൽ തന്നെ വിദർഭയുടെ ബാറ്റർമാരെ വിറപ്പിച്ച ബൗളറാണ്. ആ ഒരു പ്രകടനം ഇന്നുകൂടി പുറത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ആദ്യ സെഷനിൽ വിക്കറ്റ് വീണാൽ മാത്രമായിരിക്കും വിദർഭയ്ക്ക് ഇന്ന് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാവുക. ഒരു പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു ആദ്യ സെഷനിൽ തന്നെ വിദർഭയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് രണ്ടാം സെഷനിനുള്ളിൽ കളി അവസാനിപ്പിച്ച് കേരളം ബാറ്റിംഗ് തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് പൂർണ്ണമായി വിദർഭ ബാറ്റ് വീശിയാൽ കേരളത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ഒരല്പം പരുങ്ങലിലേക്ക് പോകും. കാരണം വിദർഭയുടെ ബാറ്റിംഗ് നിര ശക്തമാണ്. ഇപ്പോൾ കളിക്കുന്ന ഡാനിഷ് മലേവാർ, അദ്ദേഹം 138 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയാണ്. യാഷ് താക്കൂർ, അദ്ദേഹം നൈറ്റ് ബാറ്റ്സ്മാനാണ്. അദ്ദേഹം 5 റൺസുമായി ക്രീസിലുണ്ട്. പക്ഷേ അവരുടെ പേരുകേട്ട പ്രഗത്ഭരായ ബാറ്റർമാർ അക്ഷയ് വാഡ്കർ ഉൾപ്പെടെയുള്ള അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇനിയും ബാറ്റ് വീശാൻ ഇനിയും ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഒരു വെല്ലുവിളി അക്കാര്യത്തിലുണ്ട്. പക്ഷേ അത് മറികടക്കാൻ കേരളത്തിൻ്റെ ബൗളർമാർക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിൽസി.